ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മൾ ടൈം മൈ ലൈഫ് കാണിക്കാനാണ്. അപ്പോൾ ഞാൻ ഫ്രഷായി നിൽക്കേണ്ട കാരണം മദ്രസയിലുണ്ട്, നേരത്തെ തന്നെ പോയി അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ ചെയ്ത് ബാഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പകുതിയായത് കാണിച്ചു തരാം. ഞാൻ ഗ്രാനി സ്ക്വയർ അല്ലാണ്ട് ഒരു ഇങ്ങനെ ബാഗ് ഉണ്ടാക്കുന്നതാണ്. ഇതിൽ ഡബിൾ ക്രോഷൻ ട്രിപ്പിൾ ക്രോഷയാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ഇതിപ്പോൾ തന്നെ തീരാറായി. ഒന്നും നമ്മളിപ്പോൾ നോക്കണ്ട, നമുക്ക് മരടുള്ള ബ്രേക്ക്ഫാസ്റ്റ് പോയി ചെയ്യാം. എന്തൊക്കെ കാര്യമായിട്ട് പരത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് എന്താ ബ്രേക്ക്ഫാസ്റ്റ്? നമുക്ക് പൂരി കറി ചിക്കൻ്റെ എങ്ങനെയുണ്ട് കോമ്പിനേഷൻ? അടിപൊളിയല്ലേ? അപ്പോൾ പൂരി കുഴക്കുമ്മ നമുക്ക് പൂരി ഉണ്ടാക്കാം, തുടങ്ങാം. ചീര മുറുക്കാൻ പോകുന്നുണ്ട്. ചീര മുറുക്കാം. ഇത് ഞാൻ മുറിച്ച് വെച്ചത്. ചീര മുറിച്ചൊക്കെ ഇട്ട് കാണും. ഇമ്മ പൂരി പൊരിക്കാൻ വേണ്ടിയിട്ട് ഇതാക്കി വെച്ചിട്ടുണ്ട്. ഇമ്മ പൊരിക്കാൻ വേണ്ടി വെച്ചത്. ഇനി നമുക്ക് പൊരിക്കാൻ എണ്ണ ചൂടാക്കണ കാണാം. അപ്പോ പൂരി പൊരിക്കുമ്പോൾ കാണാം. പൊരിക്കാൻ തുടങ്ങി ഗൈസ്. നല്ല ബോള് പോലെ വന്നിട്ടുണ്ട് അല്ലേ അമ്മ? ഒന്നായിട്ടുള്ളത് രണ്ടാമത്തെയാണ്. അപ്പൊ ഞങ്ങൾ ഫുള്ള് പൊരിച്ചിട്ട് കാണാം. ശരിയായിരുന്നു. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇതുവരെ ചെയ്തിട്ടുള്ളൂ. വീണ്ടും ചെയ്യണമെന്നാണ്. ടി വി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇത് ചെയ്യായിരുന്നു. ഇപ്പോൾ അതിൻ്റെ മൂടൊക്കെ പോയി. ഇത് നമുക്ക് മാറ്റി വെക്കാം. അപ്പം ഇനി എന്ത് ചെയ്യുമെന്നറിയില്ല. അപ്പോൾ നിൽക്കുന്നത്ര നീ 12:08 അപ്പോൾ കുറച്ചും കൂടി ഒരു 1 മണി 2 മണിക്ക് നമ്മൾ ഫുഡ് കഴിക്കും. അപ്പോൾ ഫുഡ് അപ്പം ഞാൻ കാണിച്ചു തരാം. നമ്മൾ സ്നാക്സ് ടൈം ആകുമ്പോൾ ഇത് കഴിച്ചു. ഫുഡ് ആവണുള്ളൂ. ഫുഡായിട്ട് ഫുഡ് എന്തൊക്കെയാണെന്ന് കാണാം. നമ്മൾ ലഞ്ച് റെഡിയായി. എസാടെ അല്ലേ എസ? ഇത് എൻ്റെ. ഇത് ചീര ഉപ്പേരിയാണ്. എലയും മറ്റേ തണ്ടുള്ള ഉപ്പേരി. ഇത് മോര്. ഇത് മാമ്പഴ പുളിശ്ശേരി. ഇത് എന്താ അമ്മ? ചീരക്കറി. ഇത് പപ്പടം. ഇത് പിന്നെ തണുത്ത വെള്ളം. ഇനി നമ്മൾ ഇത് പാത്രത്തേക്ക് ഇട്ട് കാണാം. ചീരുപ്പേരി കുറച്ച് മതിയാ? ചീരുപ്പേരി. രസാക്ക് ചീരുപ്പേരി വേണ്ടട്ടെ? കുറച്ച് മതി. രസാക്ക് കുറച്ച് ചീര. മാമ്പഴ പുളിശ്ശേരി ഹെസ. അത്ര അധികം വേണ്ട, കുറച്ച് മതി. പിന്നെ കറി ഹെസാക്ക് ഇതിൽ വേണം ഒഴിക്കട്ടെ? നമുക്ക് അല്ലാതെ ഇതിൽ വെച്ചാൽ മതി കേട്ടോ. ചീരക്കറി. ഈ തൈര് മാത്രം ഇവിടെ വെച്ചാൽ മതി. തൈരിച്ചില്ല എവിടെ വെക്കണം? കറക്റ്റ് ആയില്ലേ? ഈ റോ ഫുള്ള് പപ്പടം കൂടി വന്ന
ഹെസാക്ക് തൈര് വേണം. ഹെസ അപ്പോ ഇന്നത്തെ ലഞ്ച് ഇത്രേ ഉള്ളൂ. അപ്പൊ ലഞ്ച് കിട്ടിയിട്ട് കാണാം. ഞാൻ ഇവളെ കൊണ്ടാക്കാൻ പോവാണ്. ഹെസ അങ്ങോട്ടൊക്കെ പോവല്ലേ? ഗൈസ്, ഞാൻ ഹെസാനെ കൊണ്ടാക്കിയിട്ട് വന്ന് എന്നിട്ട് ഹംദാനെ വിളിക്കാൻ പോയി. പിന്നെ ഹംദാനായിട്ട് കളിച്ചു. ഇപ്പം ഒരു എത്ര മണി? 6:52. ഇനി നമ്മൾക്ക് കുറേ പണിയുണ്ട്. ഫസ്റ്റ് ഇമ്മ ഉണ്ടാക്കി തന്ന മുട്ടയും പഴവും പുഴുങ്ങിയത് കഴിക്കണം. പിന്നെ എന്തോ പൊരിച്ചകടി തറവാട്ടിന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അതും കഴിക്കണം. പിന്നെ മദ്രസയിൽ ഖുറാനോട് വോയിസ് അയച്ചു വിടണം. ഇനി കുറേ പണിയുണ്ട്. പിന്നെ ബാക്കി ക്രോഷ്യ ചെയ്യണം. അതിന് മുമ്പ് ഞാൻ കുറച്ചും കൂടി ആക്കി. പിന്നെ പുതിയ നൂലെടുത്തു. അത് കംപ്ലീറ്റ് കഴിഞ്ഞു. കംപ്ലീറ്റ് പറഞ്ഞാൽ മറ്റേ കെട്ടിടാൻ മാത്രമുള്ള ഉണ്ടായിരുന്നല്ലോ. ഇതാ പുതിയതെടുത്തു. അപ്പോൾ ഇത്ര ലെങ്ത് പുതിയ ആണും എടുത്തു. അപ്പോൾ ഇത്ര ലെങ്ത് ആവുകയും ചെയ്തു. ഇതിങ്ങനെ ഇതായി വരുന്നുണ്ട്. ഇങ്ങനെ ഇങ്ങനെ ഇത്ര മതിയില്ലേ? ഇത്ര എന്നിട്ട് പള്ളി വെക്കാം. നല്ല ഭംഗിയുണ്ടാകും. അപ്പം ഞാൻ മുട്ടയും പഴവും ഒക്കെ പൊഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ദേശക്ക് ഒരു കാര്യം ഓർമ്മ ഒക്കെ കുളിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് ക്രീമും കണ്ണൊക്കെ എഴുതിയാലോ? പായോ നിങ്ങളേ വരാനാണ്. ഈ സാധനങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ട് നിങ്ങളെ കാണിക്കാട്ടോ. സ്ഥലം വേണ്ട, നമുക്ക് സ്ഥലം വേടിക്കാം. അതാണ് നല്ലത്. കാരണം അവിടെ ഊഞ്ഞാലി ഉണ്ടെങ്കിൽ ഇപ്പം അടിക്കുന്നു. പക്ഷേ നമുക്ക് എൻ്റെ ഫുള്ള് കാണുന്നുള്ളൂ. നമ്മൾ വളരെ കുറച്ച് 4 സാധനങ്ങൾ വെച്ചിട്ടാണ് മുഖം മിനിക്കെടുത്ത് പോകുന്നത്. ഒന്ന് ഈ ക്രീമാണ്, ഒന്ന് ഈ ലിപ്പ് ഗ്ലോസാണ്, ഒന്ന് ഐലൈനറാണ്, ഒന്ന് കാജലാണ്. ഫസ്റ്റ് നമ്മൾ ഇടുക ക്രീം എടുക്കുക. ഇങ്ങനെ ചെയ്യണം. ക്രീമിട്ട് കഴിഞ്ഞ് നമ്മൾ കണ്ണെഴുതാം. കണ്ണെഴുതിയിട്ട് കാണാം. കണ്ണെഴുതി ഗൈസ്. നമുക്ക് കാജൽ ഞങ്ങൾ പുറത്ത് കൊണ്ടുപോകുന്നില്ല. ഗ്ലോസിടാം. ഗ്ലോസിൻ്റെ ഇങ്ങനെ കാണിച്ചില്ല. ചെയ്തിട്ട് കഴിഞ്ഞ പക്ഷെ ഇത്ര തോന്നി വരും. ഇതിനോട് കൂടുതൽ വന്നിരുന്ന ഉള്ളിൽ കാണാൻ എന്താണെന്ന് അറിയില്ല. നമുക്ക് മുടി ഇങ്ങനെ കിട്ടാം. കുറച്ച് ഇങ്ങനെ മുടി കെട്ടി രസമുണ്ടോ? നമ്മൾ മുടി കെട്ടി. ഇനി നമുക്ക് ചായ കുടിക്കണം. ചായ കുടിക്കണതിന് നമുക്കാട്ടി മുമ്പ് ഉണ്ടാക്കണുള്ളൂ. അതിന് മുമ്പ് എന്ത് പറയാൻ വന്നത് മറന്നേക്ക് കൊടുക്കണം. പിന്നെ പറഞ്ഞുതരാം. അല്ല, ഞാൻ ഇപ്പം എൻ്റെ വീഡിയോ ആണ് കഴിക്കണം. ഞാൻ ചായ വേണ്ടത് ചായ വന്നിട്ട് കാണിക്കാം. കേട്ടു. നമ്മൾ ഖുറാനെ പൂജ അയച്ചു.
ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോകണം. ഫുഡ് 2 സാധനങ്ങളിൽ വന്നിട്ടില്ല, മാങ്ങ ആൻഡ് ഈ സാധനം. ഇതിന് ചമ്മന്തി വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം. നമുക്ക് ചെയ്യാനുള്ള ചമ്മന്തി. അപ്പോൾ നമുക്ക് ടേസ്റ്റ് ചെയ്യായോ. വയോ മുട്ടയും പഴവും റെഡിയാക്കിയതാണ്. മുട്ടയും പഴവും റെഡിയാണ്. ഇതൊക്കെ വലിയ താല്പര്യമില്ലാതെ നമുക്ക് ഫസ്റ്റ് ഈ പൊരിച്ച കടികൾ തിന്നു തുടങ്ങാം. ഇതാണ് ഫസ്റ്റ് തിന്നത്. ഡിപ്പ് ഞാൻ പുറത്തിരുന്ന് ക്രോസ് ചെയ്യായിരുന്നു. അതാണ് ഞാൻ വീഡിയോ എടുക്കണം എന്ന് ഓർത്തത്. അപ്പോൾ ഞാൻ ബാഗ് പകുതി ആയതുവരെ കാണിച്ചു തരാം. ഞാൻ ബാഗ് പകുതിയാക്കിയത്. ഡിന്നറിന് സമയമായി. കിച്ചണിലേക്ക് പോകാം. ഇന്ന് നമുക്ക് എന്താ രാത്രി ഫുഡ്? നമുക്ക് എന്താ രാത്രി ഫുഡ്? രാത്രി ചോറുണ്ട്, ഊരുണ്ട്, ചോറും ചിക്കൻ്റെ കറിയുണ്ട്, പിന്നെ ഉച്ചക്കത്തെ ഉപ്പേരി, ചീരപ്പേരി. ഊര് വേണമെങ്കിൽ ഊരി തരാം, ചോറ് വേണമെങ്കിൽ ചോറ് മതി. ചോറും ചീരപ്പേരും ചിക്കൻ കറിയും കൂടിയിട്ട്. അപ്പൊ ചോറ് വന്നിട്ട് കാണാം. നമ്മള് ഡിന്നർ റെഡിയായി. കുറച്ച് കറികളുള്ളൂ. ഇത്ര കുറച്ച് കറികളാണ് ഫുഡ് കഴിക്കാൻ പറഞ്ഞത്. ഇമ്മയാണ് വാരിത്തരുന്നത്. ഇമ്മ വാരിത്തരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു ടേസ്റ്റാണ് ഗൈസ്. നല്ല ചൂടുണ്ട്. പിന്നെ പാർട്സിൻ്റെ കറി, പിന്നെ ചീരുപ്പേരി. നമ്മൾ ക്രോസ് ചെയ്യുന്നു, ഉമ്മ വാരിത്തരുന്നു. ഉമ്മ വാരിത്തരുമ്പോൾ ഞങ്ങൾ കാണിച്ചത്. അപ്പം